ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് കാണിക്കുന്ന നമ്മുടെ അനാമികേനെയാണ് കേട്ടോ. അനാമിക ആണെങ്കിൽ ഫോണിലൊക്കെ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. പാര വയ്ക്കാൻ വേണ്ടിയാണല്ലോ വരുന്നത്. പാര വയ്ക്കാനും പരദൂഷണം പറയാനും മാത്രമാണല്ലോ വാ പൊങ്ങുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ചോദിച്ചാലോ, വല്യമ്മയ്ക്ക് എന്ത് പറ്റി? വല്യമ്മ ഇന്ന് എണീറ്റില്ലേ? അത് പിന്നെ മോളെ ഒന്നും അറിയത്തില്ല, മോള് ഇത് കുടിക്കുക, മോക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് ദേ കാറ് വന്ന് മുറ്റത്ത് നിൽക്കുന്നത്. അപ്പം ദേ അതിനകത്ത് ആദർശ് വരുന്നു, നയന വരുന്നു, ദേവയാനി വരുന്നു. ഞെട്ടാതെ ഇരിക്കുവോ? ഞെട്ടൂലേ? അതുപോലെ ഒരു ഞെട്ടലാണ് നമ്മുടെ ജലജയും അതുപോലെ നയനയും കൂടി ചേർന്ന് ഞെട്ടിയിരിക്കുന്നത്. നമ്മുടെ അനാമികയും കൂടെ ചേർന്ന് ഞെട്ടിയിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ജലജ പറഞ്ഞു, ദേ മോളെ, ഇതാരാ വരുന്നതെന്ന് നോക്കിയേ. ദേ അമ്മയും മോളും കൂടെ, അമ്മായിയമ്മയും മരുമകളും കൂടി ഒരുമിച്ചാണല്ലോ കയറി വരുന്നത്. ഈ വരവ് അത്രയ്ക്ക് ശരിയല്ലല്ലോ എന്നിങ്ങനെ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ അനാമികയും പറഞ്ഞു, അത് ശരിയാണല്ലോ, ഈ വല്യമ്മയ്ക്കൊപ്പം നടക്കാൻ വേണ്ടി അവളും പോയോ? എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി എണീറ്റു കേട്ടോ അങ്ങ്. അപ്പോഴത്തേക്കും അകത്തേക്ക് മൂന്നുപേരും കൂടെ കയറി വന്നു, നയനയും ആദർശും ദേവയാനിയും കൂടെ. അപ്പം ജലജ ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി? ഏടത്തി ഇവക്കൊപ്പം നടക്കാൻ പോയോ? അത് പിന്നെ അപ്പച്ചി, രണ്ടുപേരും രണ്ടു വഴിക്കാ നടന്നത്. ഒരാള് റോഡിലൂടെയും ഒരാള് ഗ്രൗണ്ടിലൂടെയും. ഓഹോ, ഞങ്ങൾ ഓർത്തു ഒരുമിച്ച് നടന്നെന്ന്. അല്ല, അങ്ങനെ ഇപ്പൊ നടന്നെന്ന് ഓർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്ത മരുമകൾക്കൊപ്പം ഞാൻ എന്തായാലും നടക്കാൻ പോകില്ലെന്ന് നിങ്ങൾക്കറിയാലോ. പിന്നെ ഇവള് വായി തോന്നൊക്കെ വിളിച്ചു പറയും. ഇനി ഞാൻ നടക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് ഇവൻ മനഃപൂർവ്വം ഇവളെയും കൂട്ടി വന്നാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിന് അമ്മയും നയനയും രണ്ട് സ്ഥലത്തല്ലേ നടക്കാൻ പോയത്. ഇവള് രാവിലെ എണീറ്റ് പോയത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അമ്മേ. വല്യമ്മ പോകുന്നത് കണ്ടിട്ട് പിന്നാലെ വന്നതായിരിക്കും മണപ്പിച്ച് ദേ ഇവര് എന്ന് അനാമികയും പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അതെ, അങ്ങനെ അമ്മ പോകുന്നത് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പിന്നാലെ പോയേനെ. അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പം ദേവേന് പറഞ്ഞു, അതെ, എന്റെ പിന്നാലെ നീ വരണ്ട, നിനക്കൊപ്പം നടക്കാനേ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് ദേവി ഇത് എന്റെ പിന്നാലെ വന്നേക്കരുത്. അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, അതെ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, എനിക്ക് അപ്പച്ചി ഇട്ട ചായയൊന്നും എനിക്ക് വേണ്ട, അത് വിശ്വസിച്ച് കുടിക്കാൻ പോലും പറ്റത്തില്ല. ഇനിയിപ്പം അമ്മ ഉണ്ടാക്കി തരുവാണെങ്കിലേ അത് മതി എനിക്ക് എന്നിങ്ങനെ ദേവയാനിയോട് പറഞ്ഞിട്ട് അങ്ങ് മേളിലേക്ക് കയറിപ്പോയിട്ടോ. അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, ഏടത്തി ദേ അവള് പറഞ്ഞത് കേട്ടില്ലേ, ഏടത്തി അവക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. എന്ന് വെച്ചാലേ അവളെ ഏടത്തിനെ ജോലിക്കാരിയാക്കി കഴിഞ്ഞു. തിളപ്പിച്ച് മറയ്ക്ക്, അമ്മായിനെ അങ്ങോട്ട് നന്നായിട്ട് തിളപ്പിക്ക്, എന്നാലല്ലേ ഈ വീട്ടിനകത്ത് വഴക്കുണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ വന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അനാമിക പറയുന്നത്, അപ്പച്ചി നല്ല കാര്യമല്ലേ പറഞ്ഞത്, അപ്പച്ചി നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. പിന്നെ സ്വന്തം മോനെ ഒരു വഴിക്കാക്കി, ഇനി നീ അതിന്റെ പിന്നാലെ പൊക്കോ, അപ്പച്ചി പറയുന്നത് കേട്ട് നീ പിന്നാലെ അങ്ങ് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. ഈ സമയം നമ്മുടെ ദേവയാനി ഇതൊക്കെ കേട്ടോണ്ട് നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ, ഞാനേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുണ്ടാക്കണം, അതുകൊണ്ടൊന്ന് പോയി ഫ്രഷ് ആകട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോയിട്ടോ. ജലജ നാണം കെട്ടി നിന്നു. എന്നിട്ട് നമ്മുടെ ജലജ പറഞ്ഞു, അതെ, അമ്മായിമ്മ ഇന്നലെ മരുമോൾക്ക് ജലദോഷം മാറാൻ വേണ്ടി കഷായം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ എന്നെ കണ്ടപ്പോൾ ചെറിയൊരു പതർച്ചയുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ മോളെ. അതെനിക്കും തോന്നുന്നുണ്ട് അപ്പച്ചി, എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് വരുന്നുണ്ട് എന്നിങ്ങനെ നമ്മുടെ അനാമികയും പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോവുക. ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആകെ മൊത്തത്തിൽ സംശയമായിട്ടോ. ഇവരിനി എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയതെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ആ ഒരു സംശയം ഇങ്ങനെ പതറി നിൽക്കുകയാണ് ജലജയ്ക്കും അനാമികയ്ക്കും. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ബാഗും പെട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ അനാമിക വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ രേവതി ഓടി വന്ന് ചോദിച്ചു, ഇതെന്ത് പറ്റി, വഴക്ക് വല്ലതും ആയിട്ടാണോ മോളെ നീ വന്നത്? പ്രത്യേകിച്ച് വഴക്കിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ അവിടെ. അതെ, ഞാൻ അതൊന്നും പറയാനല്ല വന്നത്. അതെ, ഇന്ന് പതിവില്ലാതെ വല്യമ്മ നടക്കാൻ പോയി, അതിന് പിന്നാലെ അവളുടെ മരുമകളും പോയി. എന്നിട്ട് തിരിച്ച് ആദർശേട്ടൻ വന്നപ്പം അങ്ങേരുടെ കൂടെ രണ്ടുപേരും ഉണ്ടായിരുന്നു, അമ്മായിയമ്മയും മരുമോളും. അച്ഛാ, ഇനി അവര് ഒരുമിച്ചാണോ നടന്നതെന്ന് എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. അതിന് അവര് തമ്മിൽ ഒന്നിച്ചോ മോളെ? അങ്ങനെ ഒന്നിച്ചാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ വേണുവും ചോദിച്ചു. അതെ, വേണു പറഞ്ഞു, മോളുടെ സംശയം തള്ളിക്കളയാൻ പറ്റത്തില്ല. ദേ അനന്തപുരി തറവാട്ടില് ഒരു ജോലിക്കാരി ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആൾക്കാർ മൂക്കില് വിരൽ വെക്കത്തില്ലേ? അവിടെ വീട്ടു ജോലിക്ക് ഒന്നല്ല രണ്ടു പേരെങ്കിലും വേണ്ടതാ. ഇത് ആഴ്ചയിൽ ഒരിക്കലല്ലേ
ഒരുത്തി വരുന്നത്. അതും പുറം പണിക്കും വീട് അടിച്ചു വാരാനും. ബാക്കി പണിയൊക്കെ ചെയ്യുന്നത് ആരാ? ആദർശിന്റെ അമ്മ തന്നെയല്ലേ? ആ, അത് ശരിയാണല്ലോ മോളെ. അവരെന്തിനിങ്ങനെ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നത്? അമ്മേ, എല്ലാവർക്കും വേണ്ടിയല്ല. അവര് കഷ്ടപ്പെടുന്നത് കൂടുതലും അവരുടെ മരുമകൾക്ക് വേണ്ടിയാ. അച്ഛ, അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഏത് നേരവും ഉണ്ടാക്കി വെക്കുന്നത്. അവളോട് ചില സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അങ്ങനെയെങ്കിൽ വേണു ഏട്ടാ, അമ്മയമ്മയും മരുമകളും ആരും അറിയാതെ സ്നേഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, വല്യമ്മയുടെ ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സംസാരമൊന്നും ഇല്ലെന്നാണ്, അങ്ങനെ ഒരു സ്നേഹമൊന്നും ഇല്ലെന്നാണ്. അല്ല, അവര് ഒരുമിച്ചാണോ മോളെ ഓടാൻ പോയത്? ഒരുമിച്ചല്ല ഓടാൻ പോയത്. ആദ്യം വല്യമ്മയാ പോയത്, അതിനുശേഷം അവള് പുറകെ പോവായിരുന്നു. എന്നാ പിന്നെ സംശയിക്കണ്ട, അമ്മായിയമ്മേനെ സോപ്പിടാൻ വേണ്ടിയിട്ട് തന്നെയാ മരുമോള് പിന്നാലെ പോയത്. തിരിച്ച് ദേവയാനി ചേച്ചി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മോൾ ഉൾപ്പെടെയുള്ളവർ കേൾക്കൂലോ വീട്ടിലാണെങ്കിൽ. ഇത് പുറത്തു വെച്ചാവുമ്പം വീട്ടിലുള്ളവരാരും കേൾക്കത്തുമില്ല. എങ്ങനെയും വല്യമ്മേനെ കയ്യിലെടുക്കാനാ അമ്മ അവള് നോക്കുന്നത്. അത് മോള് നോക്കി നിൽക്കരുത്. ആ വീട്ടിലാകെയുള്ള പിടിവള്ളി ആരാ? അത് ദേവയാനിയല്ലേ? അത് ഒരു കാരണവശാലും കൈവിട്ടു പോകാൻ പാടില്ല. ഞാൻ എൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട് അച്ഛ. ഇനി അവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ അച്ഛ. നമ്മൾ സംശയിക്കുന്നത് പോലെയാ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് നീയും അനിയുമായിട്ട് അകന്ന് നടക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല മോളെ. ആ ഒരു കാര്യം മാത്രം ദയവ് ചെയ്ത് എന്നോട് അമ്മ പറയരുത്. ഓ, ആ പൊട്ടനെ എനിക്ക് വയ്യ. നന്ദുവിന് ചിക്കൻ ബോക്സ് വന്നത് അവൾക്ക് അഹങ്കാരം കൊണ്ടാ. ആ നേരത്തെ അവളുടെ ചേച്ചിമാർക്കില്ലാത്ത ദുഃഖമായിരുന്നു എനിക്ക്. അവളെ ഉണ്ടല്ലോ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുക. എനിക്ക് ആ മനസ്സിൽ ഒരു സ്ഥാനമില്ല. പിന്നെ എന്തിനാ ഞാൻ വെറുതെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുക. അപ്പൊ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും, മോളെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട വേണ്ട, എനിക്ക് വെറുപ്പ്, അവനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവിടുത്തെ സ്വത്ത് കൈക്കലാക്കിയിട്ട് അവനോട് ബൈ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണം. എന്നിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണം. എന്നാലും അവനുമായിട്ടുള്ളൊരു കുടുംബജീവിതം എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് വീണ്ടും അനാമിക അകത്തേക്ക് കയറി പോകുന്നത്. വേണുവും രേവതി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. മകളുടെ ഈ കാട്ടായങ്ങളും കൂത്തുകളും കണ്ടു നിൽക്കാന്നുള്ളതല്ലാതെ ഉപദേശിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ വേണുവിനും രേവതിക്കും ഉള്ളത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. അപ്പൊ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഇനിയിപ്പം എൻ്റെ മരുമകളോട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ, കറികളൊക്കെ നന്നായിട്ടുണ്ടോ എന്ന്. ഏതായാലും വൈകിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം, ഭക്ഷണം കഴിച്ചിട്ടൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് വേണം അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ ഒന്ന് ഫോണിലൂടെ വിളിച്ച് പറയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുക. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്കാണ് നയനയും ആദർശം ഇറങ്ങി വരുന്നത് കേട്ടോ, ഇത് കഴിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് നമ്മൾ ദേവയാനി പറഞ്ഞു, അതെ, ഇവിടുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാക്ക് ചെയ്തു, ഇത് മുഴുവൻ കഴിക്കണം. അല്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഇത് മുഴുവൻ കഴിക്കാതെ ഞങ്ങൾ കളയുന്നതാണോ? നിന്റെ സ്വഭാവമല്ലേ, അതുകൊണ്ടേ ചിലപ്പം കളയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു, ഞാൻ കളഞ്ഞാലും അമ്മയുടെ മരുമോള് കളയില്ല. കാരണം അവക്ക് നന്നായിട്ട് അറിയാം ഭക്ഷണത്തിന്റെ വില. ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നതേ ഇപ്പം നിനക്കൊരു ശീലമായിട്ടിരിക്കുക. അതുകൊണ്ട് നീ ഇതൊക്കെ പറയും, അത് സ്വാഭാവികം. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അത് എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല, ഞാൻ ഇതുവരെ ഭക്ഷണമൊന്നും കളഞ്ഞ് ശീലിച്ചിട്ടില്ല. അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ എനിക്കത് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആദർശ് പറഞ്ഞു, അതെ, ഇനിയിപ്പൊ എനിക്കൊരു സംശയം, അമ്മയ്ക്ക് മരുമോളോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോ എന്ന്. എനിക്കോ? ഇവളോടോ? നീ എന്താ ആദർശ് ഈ പറയുന്നത്? അങ്ങനെ സ്നേഹം ഉണ്ടാകാനേ അതിന് ഇവളാണ് എനിക്ക് കരള് തന്നത്, ഇവളോട് എനിക്ക് സ്നേഹം വരാനായിട്ട്. ഇവക്ക് അതിനൊന്നും പറ്റത്തൊന്നുമില്ല. വെറുതെ സംസാരിക്കും, സമയം കളയാതെ പോകാൻ നോക്ക് ഓഫീസിലേക്ക്. ഇത് സമയം എത്ര മണിയായെന്ന് ഓർത്തോണ്ടാ ആദർശെ പോന്ന് പറയാണ് കേട്ടോ. എന്തായാലും നയനയും ആദർശം അപ്പോഴത്തേക്കും അങ്ങ് പോയി. തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന. ഇറങ്ങിപ്പോയ നയന തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറയാ, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും ഞാൻ പറയാം ആദർശനോട് എന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നയന. എന്നിട്ട് ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആദർശം തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ നയന ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയന ഇങ്ങനെ നിലത്തേക്ക് അങ്ങ് നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം അങ്ങ് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. ഏതായാലും നമ്മുടെ ആദർശനെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, ആദർശം ഇങ്ങനെ ക്യാബിനിൽ ഇരിക്കുമ്പം നമ്മുടെ നയന വരിക. നയന വന്ന ഉടനെ തന്നെ നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ, ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറയാനിരിക്കുകയായിരുന്നു. നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നതിപ്പം? അത് പിന്നെ എന്നെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഏതമ്മ? എൻ്റെ അമ്മയോ നിന്റെ അമ്മയോ? ആദർശേട്ടൻ്റെ അമ്മ വിളിക്കുവോ? അപ്പം നിന്റെ അമ്മയോ? അതേന്നെ, അമ്മയ്ക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ, നിനക്ക് കൂടെ പോണോ?
പോയാൽ കൊള്ളാന്നുണ്ട്. എന്നാ പിന്നെ പോയിക്കോ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? പൊക്കോ. അതെ, നീ പർച്ചേസിനല്ലേ പോകുന്നത്, അപ്പൊ ക്യാഷ് ഒന്നും വേണ്ടേ? അതൊന്നും വേണ്ട, ക്യാഷിന്റെ കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇപ്പൊ പണമൊക്കെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ലേ പതിവ്, കാശൊന്നും കയ്യിൽ തരാറില്ലല്ലോ. എങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ ആ പതിവ് തെറ്റിക്കുക. ദേ, ഈ ശമ്പളം, ഇത് ശമ്പളം തന്നെയാണ്, ഇത് ഞാൻ കയ്യിൽ തരിക. ഇതെന്റെ സൗജന്യമൊന്നും അല്ലാട്ടോ, ഇത് നിന്റെ സാലറിയാ. അത് മനസ്സിലാക്കി നീ ഇത് ചെലവാക്കിക്കോണം. ദേ, ഇവിടെ നീ ജോയിൻ ചെയ്തിട്ട് 1 മാസമായി, എല്ലാവർക്കും സാലറി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിനക്ക് ഞാൻ ഈ സാലറി നേരിട്ട് തരാന്ന് വെച്ചു. അത് പിന്നെ ആദർശേട്ടാ, ഇതൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? നീ എന്താ ഇവിടെ ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്? അതൊന്നും ഈ കമ്പനി പറ്റത്തില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന ആരെക്കാളും ശമ്പളം കൈപ്പറ്റാനുള്ള യോഗ്യത നിനക്കുണ്ട്. അതുകൊണ്ട് ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് മേടിച്ചേ. ആദ്യത്തെ ശമ്പളം ഐശ്വര്യമായിട്ട് മേടിക്കാൻ പറഞ്ഞു അതങ്ങ് കൊടുക്കാണ് കേട്ടോ. നിറകണ്ണുകളോട് കൂടിയാണ് നമ്മുടെ നയന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശമ്പളം മേടിക്കുന്നത്. ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. സങ്കടം മാത്രമല്ല, നമ്മുടെ നയനയ്ക്ക് അതിലേറെ സന്തോഷമുണ്ട്. ഏതായാലും നമ്മുടെ ആദർശ് പറഞ്ഞു, ഇന്ന് നിന്റെ അമ്മേനെയും അച്ഛനെയൊക്കെ കാണാൻ പോലെ അവർക്ക് സന്തോഷമാവട്ടെ. അല്ല, ഇതുകൊണ്ടാണോ രാവിലെ വന്നപ്പം ആദർശേട്ടൻ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്? ഇന്നത്തെ ദിവസം നിന്നെ പോലെ തന്നെ എനിക്കും സന്തോഷമുള്ള ദിവസമാണ്. സ്വന്തം ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ, സന്തോഷമല്ലേ? അത് പിന്നെ ഇതെന്റെ ആദ്യ ശമ്പളമാണ്. ഇത് സത്യം പറഞ്ഞാല് ആദർശേട്ടന്റെ കയ്യിലല്ലേ ഞാൻ ഏൽപ്പിക്കേണ്ടത്. അതെന്താ അങ്ങനെ? ആഹാ, നീ ഉണ്ടാക്കുന്ന പണം നിനക്ക് അവകാശപ്പെട്ടതാ, അത് എനിക്ക് അവകാശപ്പെട്ടതല്ല. അതിന്റെ പങ്ക് പറ്റാന് മറ്റാരും വരേണ്ട കാര്യമില്ല. ഈ ദിവസം ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ആദ്യമായി ശമ്പളം കൊടുത്ത ദിവസം എന്ന്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നിനക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? കുറച്ച് നേരത്തെ പോക്കോ, എന്തിനു വെച്ച് താമസിപ്പിക്കുന്നത്? പോകാൻ നോക്ക്, നിനക്ക് എപ്പോൾ വേണമെങ്കിൽ പോകാം വരാം. അത് വേറൊന്നുമല്ല, നീ അർദ്ധരാത്രിയിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ ഇവിടെ തളച്ചിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതുകൊണ്ടേ നീ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ ആദർശേട്ടാ. അല്ല, ഞാൻ വല്ലതും വരണോ കൊണ്ടുവിടാന്? ആദർശേട്ടൻ വരണ്ട, ആദർശേട്ടൻ ഇവിടെ തിരക്കുള്ളതല്ലേ, അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നയന പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്താണെങ്കിൽ വഴിയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ ദേവയാനി. മോളെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി, ഇനി അവൻ വിട്ട് കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ കാത്തു നിൽക്കുന്നത്. ഏതായാലും അങ്ങനെ നോക്കി 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 കാത്ത് കാത്ത് കണ്ണ് കഴിച്ച് നിന്നപ്പോഴത്തേ നമ്മുടെ നയന ഓട്ടോയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങാണ്. അങ്ങനെ നമ്മുടെ നയന വന്ന് ഇറങ്ങിയത് നയന ചോദിച്ചു, അമ്മേ ഞാൻ താമസിച്ചോന്ന് ചോദിച്ചു. താമസിച്ചോന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ താമസിച്ചു. എന്ത് പറ്റി താമസിച്ചത്? അത് പിന്നെ എനിക്ക് ആദ്യ ശമ്പളം കിട്ടിയല്ലേ ആദ്യത്തെ ദിവസത്തെ. അതെന്താ അമ്മയ്ക്ക് അറിയായിരുന്നോ? പിന്നെ എനിക്കറിയായിരുന്നല്ലോ, ഇന്ന് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്ന ദിവസമാണല്ലോ. അപ്പം അവിടുത്തെ സ്റ്റാഫായ നിനക്കും ശമ്പളം കിട്ടില്ലേ? അതുകൊണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ അമ്മയും മോനും കൂടെ ഒത്തോണ്ട് എന്നെ പറ്റിക്കായിരുന്നല്ലേ? അമ്മയും മോനും കൂടെ ഒത്തോണ്ട് പറ്റിച്ചതൊന്നും അല്ല. ഏതായാലും നിനക്ക് ശമ്പളം കിട്ടുന്ന ദിവസവും കൂടിയല്ലേ. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് പുറത്ത് പോയേക്കാന്ന്. അത് മാത്രമല്ല, അമ്പലത്തിൽ കയറാനുണ്ടേ, അമ്പലത്തിൽ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്താനുണ്ട്. അല്ല, മോളുടെ പ്ലാൻ എന്താ? ഈ പൈസ വെച്ച് മോൾക്ക് എന്താ മേടിക്കേണ്ടത്? അല്ല, ഇത് എന്തെങ്കിലും മേടിക്കാനാണോ അതോ പിശുക്കി വെക്കാനാണോ? അത് പിന്നെ ഇത് എനിക്ക് ആദ്യം ശമ്പളം കിട്ടിയ പൈസയല്ലേ, ഇത് ഞാൻ അമ്മയ്ക്ക് തരട്ടെ. എനിക്കോ? അതേ, സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ആദ്യത്തെ ശമ്പളം. അത് മോൾ ആർക്കാ കൊടുക്കേണ്ടത്? വളർത്തി വലുതാക്കി ഇത്രയാക്കിയ ദേ നിന്റെ അച്ഛനല്ലേ കൊടുക്കേണ്ടത്, അമ്മയ്ക്കല്ലേ കൊടുക്കേണ്ടത്? അത് അമ്മായിമ്മയ്ക്കാണോ തരേണ്ടത്? അത് പിന്നെ അവരിത് മേടിക്കത്തില്ലെന്നേ. അവര് പറയുന്നതേ ഞാൻ ഉണ്ടാക്കിയതൊന്നും അവർക്ക് ആവശ്യമില്ല. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുമ്പോൾ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ആ വീട്ടുകാർക്കുള്ളതാണെന്നാ. ഓഹോ, അങ്ങനെയാണോ പറയുന്നത്? ഏതായാലും ഇതിപ്പോ മോളുടെ കയ്യിലിരിക്കട്ടെ. മോള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി. പിന്നെ സമയം കളയാതെ നമുക്ക് പർച്ചേസിങ്ങിന് പോകണം, അമ്പലത്തിൽ പോകണം, കുറെ വഴിപാടുകളുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ? എങ്കിൽ പിന്നെ പോകാമ്മ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ദേവയാനി കൊണ്ടുവന്ന വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. എന്നിട്ട് അവര് വീണ്ടും യാത്ര തുടരുകയാണ്. ഇവര് വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, അത് പിന്നെ മോള് വീട്ടിലേക്ക് പോക്കോ. വീട്ടിലേക്ക് പോകാനോ? വീട്ടിലേക്ക് പോകണം. കാരണം ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കണം. മോക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് മോളുടെ അച്ഛനും അമ്മയ്ക്കും മോക്ക് ഇഷ്ടമുള്ള തുക എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കണം. അതാ വേണ്ടത്. അങ്ങനെ വേണോ? അങ്ങനെ വേണം. അവർ മേടിച്ചില്ലെങ്കിലും മേടിച്ചാലും അത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ നയനയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു, അവിടെയുള്ള എല്ലാവരും സാലറി ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ലാഭവീതം ഉണ്ടല്ലോ, ഈ മൂർത്തി ട്രസ്റ്റിന്റെ പേരിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മോള് കമ്പനിക്ക് ഫ്രീ സേവനം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
നിന്റെ കഷ്ടപ്പാടിൻ്റെ ഫലം അത് മൂക്ക് കിട്ടിയിരിക്കണം. അതെന്ത് ജോലിയാണെങ്കിലും നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം നമുക്ക് കിട്ടിയിരിക്കണം. എങ്കിലേ ആ ജോലി ചെയ്യുവാനുള്ള ആ ഒരു ആത്മാർത്ഥത നമുക്കുണ്ടാകത്തുള്ളൂ. പക്ഷെ മോൾക്ക് അങ്ങനെ ഉണ്ടാകണം എന്നല്ല കേട്ടോ. മോൾക്ക് അല്ലാതെ തന്നെ ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥത വേണ്ടുവോളം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ജോലി ചെയ്യുന്നതിൻ്റെ കൂലി അത് ഉറപ്പായിട്ടും മൂർത്തി ജ്വല്ലറി കൊടുത്തിരിക്കും എന്നിങ്ങനെ പറയാം. ഈ സമയത്ത് വഴിക്ക് വെച്ച് നമ്മുടെ നയനയെ ഇറക്കുകയാണ് കേട്ടോ. നയനയെ വഴിക്ക് വെച്ച് ഇറക്കിയിട്ട് നേരെ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അപ്പം നമ്മുടെ ദേവയാനി പറഞ്ഞു, അല്ല ദേവയാനി ഇങ്ങനെ പറഞ്ഞു, മോള് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് കാണുവാണല്ലോ. ഈ കാവിലേക്കാണോ അമ്മ എന്നെ കൂട്ടി വന്നത്? ഞാൻ പണ്ട് ഇതുവഴി പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു സംശയം. അല്ല, ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വിശേഷപ്പെട്ട പൂജയുണ്ട്, പ്രായശ്ചിത്ത പൂജ. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറഞ്ഞാൽ ദൈവം പൊറുക്കുന്ന പറയുന്നത്. അപ്പൊ അതേക്കുറിച്ച് മോക്ക് അറിയാല്ലേ? ഒരുപാട് ശക്തിയുള്ള ദേവിയാ. ഒരു തവണയും ഞാൻ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു. എനിക്കും ചില പ്രായച്ചിത്തങ്ങളൊക്കെ ചെയ്യാനുണ്ട് മോളെ. ഞാനും ഒരുപാട് തെറ്റ് ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് തന്നെയാ മോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. മോളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ തെറ്റ് പൂർണ്ണമായിട്ടും ഈ ദേവി എന്നോട് ക്ഷമിക്കുള്ളൂ. അല്ല, അമ്മ ആരോടാ തെറ്റ് ചെയ്തത് പ്രായശ്ചിത്ത പൂജ ചെയ്യാന്? അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരാളോട്. നോക്കണ്ട ഉണ്ണി, അതാരാ? അത് വേറെ ആരുമല്ല, നിന്നോട്, എൻ്റെ മരുമകളോട്. അത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. അതെങ്ങനെ കഴിയാണ്? ഒരാളെ നമ്മൾ ദ്രോഹിച്ചിട്ട് പിന്നെ വന്ന് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കുണ്ടായ നഷ്ടം ഇല്ലാണ്ടാവോ? ഇല്ലല്ലോ. അതിപ്പം പ്രായശ്ചിത്ത പൂജ കൊണ്ടും കഴിയില്ലല്ലോ അമ്മേ. ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദോഷം കുറച്ച് കുറയുവാണെങ്കിൽ കുറയട്ടെ എന്ന് കരുതിയ എൻ്റെ മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നലെ ഞാൻ തിരുമേനിനെ വിളിച്ചിരുന്നു. എന്നിട്ട് പൂജയ്ക്ക് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക തിരുമേനി. അതുപോലെ തന്നെ മറ്റാരും ഇത് അറിയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ പൂജ കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടും. പിന്നെ ദേവിയുടെ പങ്ക് ദേവിക്ക് കൊടുക്കണം കേട്ടോ. മോക്ക് ശമ്പളം കിട്ടിയതല്ലേ? വീട്ടിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു കാണിക്ക ഇടണം, അതിൽ നിന്ന് എടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുക കേട്ടോ. എൻ്റെ ദേവി അറിഞ്ഞോ അറിയാതെയോ ഞാൻ എൻ്റെ മരുമകളോട് ചെയ്ത എല്ലാ തെറ്റുകളും എന്നോട് പുറത്തു തരണമേ ദേവി, ക്ഷമിക്കണമേ ദേവി എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൾക്കും എനിക്കും ആരോഗ്യവും ദീർഘായുസും തരണമേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ നയന പ്രാർത്ഥിക്കുന്നത്, ഞാൻ കരൾ പകുത്തു കൊടുത്ത എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും ഉണ്ടാക്കരുത്. അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ഒരുപാട് നാൾ ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള അനുഗ്രഹം എൻ്റെ പൊന്നു ദേവി എനിക്ക് ഉണ്ടാക്കി തരണേ. നല്ലത് മാത്രം എൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ ആദർശേട്ടൻ്റെ കുടുംബത്തിനും നല്ലത് മാത്രമേ വരുത്താവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ പോറ്റി പറഞ്ഞത്, ഓഹോ, ഇതാരാ വന്നിരിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അല്ല, ഈ തലത്തിലുള്ള വെറ്റിലയും പാക്കും ഒക്കെ സമർപ്പിച്ചിട്ട് പറയാനുള്ളതൊക്കെ ദേവിയോട് പറഞ്ഞു. എല്ലാം ദേവി കേൾക്കും. ദേവിയുടെ ഭക്തരെ ദേവി ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ പറയാ. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ദേവയാനി, എൻ്റെ ദേവി തെറ്റുകളെല്ലാം പൊറുക്കണമേ, ഞാൻ എൻ്റെ മരുമകളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം നീ എനിക്ക് മാപ്പ് തരണമേ എന്ന് പറഞ്ഞപ്പം തിരുമേനി പറഞ്ഞു, ഈ താലമില്ലേ, ഈ താലം മരുമകളുടെ തലയ്ക്ക് ചുറ്റും 3 തവണ ഒഴിയണം. തലയ്ക്കല്ല, ദേഹത്ത് ചുറ്റും 3 തവണ ഒഴിയണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തരാൻ പറയുക. അങ്ങനെ നമ്മുടെ ദേവയാനി അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ആരതി ഒഴിയുന്ന പോലെ ഒഴിയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ കനകദുർഗ വരുന്നത്. കനകദുർഗ വന്ന് നിൽക്കുന്ന ആ ഒരു സീന്, ആ ഒരൊറ്റ ഒരു സീനും കൂടെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നയനയുടെയും ആദർശിൻ്റെയും കഥ മാത്രമേ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതിനു മുമ്പ് ഞാൻ രേവതിയുടെയും സച്ചിയുടെയും കഥയായിരുന്നു എന്ന് വിടാറുള്ളത്. ഇന്നിപ്പോൾ ഇച്ചിരി ലേറ്റായി പോയിട്ടോ. എണീക്കാൻ കുറച്ച് താമസിച്ച് പോയത്. ഇവിടുത്തെ നീര് നമുക്ക് ഇങ്ങോട്ടും പകർന്ന് കിട്ടിയിട്ടുണ്ട്, മൊത്തമായിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം വ്യാപിച്ചിട്ട് അങ്ങ് പോകുമായിരിക്കും അല്ലേ? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഒന്ന് പറയണേ. അറിയില്ല, നമുക്ക് കാണുമ്പോഴേ ഇടയ്ക്ക് പേടിയാകും. ഇനിയിപ്പോൾ ഇത് പോകാതെ ഇവിടെ വല്ലതും നിൽക്കും എൻ്റെ ഈശ്വര എന്നൊക്കെ ഓർക്കുവേ. അത് ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും അല്ലേ പോകാൻ. ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. മുണ്ടുനീരാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.